കണ്ണൂരിൽ വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. വൻ കഞ്ചാവ് കടത്ത് സംഘമാണ് എക്സൈസിന്റെ പിടിയിലായത്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, കണ്ണൂരിൽ വൻ കഞ്ചാവ് റാക്കറ്റിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണ് അറസ്റ്റിലായത്. 10 കിലോ കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്നും പിടികൂടിയത്. ഒറീസ സ്വദേശികളായ ഉപേന്ദ്ര നായിക്, വിശ്വജിത്ത് കണ്ടേത്രായ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് കമ്മീഷൻ സ്ക്വാഡ് അംഗം PV ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ഈ റെയ്ഡ് നടത്തിയത്. കണ്ണൂരിലെ ഒരു സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ ഈ പ്രതികൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. അങ്ങനെ രാത്രിയോടെ എക്സൈസ് സംഘം അവിടെ എത്തുകയും ഈ കഞ്ചാവ് കണ്ടെത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ അധിക ചുമതലയുള്ള ഇൻസ്പെക്ടർ അരുൺ അശോകിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഒറീസയിൽ നിന്നും വൻ തോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ച് അത് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇരുവരും എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. എക്സൈസ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ പേരിന് ചില ജോലികൾ ചെയ്യും. അതായത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ലേബലിലാണ് ഈ മയക്കുമരുന്ന് കച്ചവടം, കഞ്ചാവ് വിൽപ്പനയൊക്കെ ഈ പ്രതികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. ഇടയ്ക്കിടെ കേരളം വിടും, ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകും. പ്രധാനമായും ഒറീസയിലേക്കാണ് ഇവർ പോകാറുള്ളത്, സ്വന്തം നാട്ടിലേക്കാണ് പോകാറുള്ളത് എന്നാണ് എക്സൈസ് പറയുന്നത്. അവിടെ നിന്നും തിരിച്ചു വരുമ്പോൾ വൻതോതിൽ കഞ്ചാവുമായി എത്തും. ട്രെയിൻ മാർഗമാണ് ഇവരുടെ യാത്ര. ഓരോ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ സ്റ്റേഷനുകളിൽ ഇറങ്ങിയൊക്കെയാണ് യാത്ര എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ സ്ഥിരമായി ഒരു കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ 2 പേരാണ് ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ കഞ്ചാവ് കടത്തുന്ന സംഘത്തിൽ പെട്ടിട്ടുണ്ട് എന്ന ഒരു രഹസ്യവിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഇവർ ദിവസങ്ങളോളം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. നാട്ടിലേക്ക് പോകുന്നതും എക്സൈസ് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എക്സൈസ് നിരീക്ഷിച്ചു. പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് കേരള ATSന്റെ സഹായം വളരെ നിർണായകമാവുകയും ചെയ്തു. ഈ സംഘത്തിന് വൻ വിൽപ്പന കണ്ണികളും ഉണ്ട് എന്നാണ് ഇപ്പോൾ എക്സൈസ് മനസ്സിലാക്കുന്നത്. ഇതര സംസ്ഥാനക്കാരെ ഉപയോഗിച്ച് മയക്കുമരുന്ന് വൻതോതിൽ ഇവിടെ എത്തിക്കുകയും അത് ചില്ലറയായി വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിലും ചില കണ്ണികളുണ്ട് എന്നാണ് ഇപ്പോൾ എക്സൈസ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ എക്സൈസ് ആരംഭിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തുണോളി, അനിൽകുമാർ PK, അബ്ദുൾ നാസർ RP, പുരുഷോത്തമൻ C, പ്രിവന്റീവ് ഓഫീസർമാരായ വിനോദ് MC, PP സുഹൈൽ, ജലീഷ് P, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C അജിത് പ്രദീപൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ, ഫസൽ എന്നിവരും ഈ കഞ്ചാവ് വേട്ട നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ എക്സൈസ് സ്ക്വാഡ് നിരവധി മയക്കുമരുന്ന് വേട്ടകളാണ് അടുത്തിടെ നടത്തിയിട്ടുള്ളത്. നിരന്തര നിരീക്ഷണങ്ങളിലൂടെയാണ് ഈ സ്ക്വാഡിന്റെ പ്രവർത്തനം. അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2 യുവാക്കളെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് MDMAയുമായി ഈ സ്ക്വാഡ് പിടികൂടിയത്. കൃഷ്ണേന്ദു.